ടെഡിമ മോന്ത് കാണിച്ച ആട്ടു ഇവിടെ ഉണ്ട്. വാനില ഐസ്ക്രീം തിന്നുവാണോ കുഞ്ഞി? നമ്മൾ രാവിലെ ഉറക്കമൊക്കെ എണീറ്റു. ഇനി അടുക്കളയിൽ കുറച്ച് പണിയൊക്കെ ഉണ്ട്. ചോറും കറിയൊക്കെ വെക്കണം. ഇന്ന് നമുക്ക് കുറച്ച് പ്രോപ്പർട്ടീസ് വർക്കൊക്കെ ഉണ്ട്. ന്യൂസ് വാങ്ങിയുണ്ട്. അത് കാരണം നമ്മളിന്ന് പ്രോഗ്രാം എടുത്തില്ല. അപ്പം ഇനിയിപ്പോൾ ഒരു ഉച്ച കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ തുടങ്ങും. ഓരോരുത്തർ എണീറ്റിരിക്കുന്നു. കേശു തൻ്റെ ഫോണൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അച്ചൂസ് ഇവിടെ പുളിശ്ശേരി ഉണ്ടാക്കുന്നതിൻ്റെ ഒരു തയ്യാറെടുപ്പിലാണ്. അച്ചു പുളിശ്ശേരി ഉണ്ടാക്കും, ഞാൻ സോയാബീൻ കറി ഉണ്ടാക്കും. കുഞ്ഞ് രാവിലെ ഇന്നലത്തെ ക്ഷീണമൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് ഐസ്ക്രീം കഴിക്കുകയാണ്. കുരുത്തം കെട്ട അനിയത്തി. അപ്പോൾ ഞാൻ അവളിവിടെ ഉണ്ട്. അവൾക്ക് സുഖമില്ല. കുറച്ച് ദിവസം കൊണ്ടേ ഇങ്ങനെ വെയ്യാണ്ടൊക്കെ ഇരിക്കുക, ഫുഡൊന്നും പിടിക്കാൻ. അപ്പോൾ അവൾ ഹോസ്പിറ്റലിൽ പോകാനൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ ജീവ, നമ്മുടെ തമിഴ് പയ്യൻ. ഡാൻസർ നല്ല ഡാൻസ് ആടും. അപ്പുറം ഒന്നുമില്ല, പോടാ. മട്ട അരിയുടെ നല്ല സൂപ്പർ റൈസ്, നല്ല മുരിങ്ങയില തോരൻ, നല്ല സോയാബീൻ കറി, പുളിശ്ശേരി. ടെടിക്ക് ചിക്കൻ വാങ്ങാൻ പോവാണ്. ശവൻ എവിടെ ചിക്കൻ വാങ്ങാൻ പോന്നേ? കുറെ പോണോ? ഒരു ചിക്കൻ വാങ്ങാൻ പോകുന്നതിന് 1/2 മണിക്കൂറും പകുതി ഷോയും. ടെടി ആ ഫാനിന്റെ കീഴിലുണ്ട്. ടെടി അവിടെ കിടന്ന് നോക്കിക്കൊണ്ടിരിക്കും ഇപ്പൊ ചിക്കൻ കൊണ്ടുവരുമെന്നുള്ള രീതി. ഇത് ബട്ടൺസ്, ഇത് ഇവിടെ നിന്ന് കിട്ടിയ ഒരാളാണ്. ഇവിടെ തന്നെ ഉണ്ട്. ഇത് താണ്ടേ പോകുന്നത്. ബാക്കിൽ തന്നെ ടെടി ഉണ്ട് കേട്ടോ. ടെടി ബേബി. മധുര ബൈപ്പാസ് ആണ് കേട്ടോ ഈ ചിക്കൻ വാങ്ങാൻ പോകുന്നത് ടെടിക്ക്. ഇതാ ഇവിടാണ് നമ്മുടെ ചിക്കൻ കട. ടെടിക്ക് ചിക്കൻ വാങ്ങിയിട്ട് താണ്ടേ വീട്ടിൽ വന്നിട്ടുണ്ട് ശ്യാമണ്ണൻ. അടുത്ത വീട്ടിലെ ചേച്ചിയുടെ വഴക്കാണ് ഗൈസ്. ഇത് നമ്മുടെ തൊട്ടടുത്ത വീട്ടിലെ കൊച്ചു കുരുക്കുകളാണ്. ഈ വൈകുന്നേരം ഒരു ക്യാപ്പൊക്കെ ഉള്ളത് ഇതേ കണക്കാണ്. നമ്മുടെ അച്ഛൻ ബൈക്കൊക്കെ എടുത്ത് ഒട്ടിച്ചിരിക്കുക. അങ്ങനെ നമ്മുടെ പ്രോപ്പർട്ടിയുടെ വർക്കെല്ലാം തുടങ്ങിയിട്ടുണ്ട്. ശ്യാമണ്ണൻ, ശരത്തണ്ണൻ, ജീവ അണ്ണൻ, ഇത് കുറെ കുട്ടി പിള്ളേരുണ്ട് ഇവിടെ. ദാണ്ടേ நல்ல பசங்க தான். நம்ம நேரத்தை முன்னாடி கொஞ்சம் விளையாடியாச்சு. எல்லாரும் இங்கே இருக்க விளையாடிட்டு இருக்கு. இந்த பசங்களை எல்லாம் വ്ളോഗിൽ போடணும்னு சொன்னாச்சு. ഇതെല്ലാം നമ്മുടെ അടുത്ത വീട്ടിലെ കുട്ടി പസങ്ങളതാ. ഇവിടെ പ്രോപ്പർട്ടി തീർന്നില്ലെന്നാണ് ഇവിടുത്തെ ഓണർ പറയുന്നത്. പിന്നെ ദാണ്ട് നമ്മുടെ ബട്ടൺസ് ഇവിടെ ഇരിപ്പുണ്ട്. അതിലൊരു പങ്ക് പറ്റാന്ന് കരുതി ഇങ്ങനെ നോക്കിയിരിക്കും. നമ്മുടെ ടീം പിള്ളേർ ഗേൾസ് ഒരു പണിയില്ലാതെ മോളിൽ കയറി ഇരിക്കുവാണ്. രാത്രിത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മുടെ ടെഡി ബേബിനെ കൊണ്ട് ഹോസ്പിറ്റലിലോട്ട് പോവാട്ടോ. അവന് നല്ല ലൂസ് മോഷൻ ഉണ്ട്. വെയ്യായിരുന്നു ട്രാവലിംഗ്. ബൈ ബൈ.